നമസ്കാരം. കേരളത്തിൽ പൊതുവെ സ്ത്രീകളും പുരുഷന്മാരും ദിവസവും തല നനച്ച് കുളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഇങ്ങനെ ദിവസവും തല നനയ്ക്കുന്നതുകൊണ്ട് അത് മുടിയുടെ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കുമോ, മുടി കൊഴിച്ചിൽ കൂട്ടുമോ എന്നൊക്കെയുള്ള സംശയം ഒരുപാട് പേർക്കുണ്ട്. പലർക്കും പലതരത്തിലുള്ള മുടിയാണുള്ളത്. കൂടാതെ ഓരോരുത്തരുടെയും ജോലി, ചുറ്റുപാട് ഇതൊക്കെ നോക്കി വേണം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. അതായത് ഒരുപാട് അഴുക്കിലും പൊടിയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പോഷറൊക്കെ ഉള്ള സ്ഥലത്ത് ജോലി അല്ലെങ്കിൽ താമസിക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും തല വൃത്തിയായി കഴുകേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെ അധികം അഴുക്ക് ഒന്നും ആകാൻ സാഹചര്യം ഇല്ലാത്തവർ അവരുടെ മുടിയുടെ സ്വഭാവം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അതായത് കട്ടി കുറഞ്ഞ മുടിയിഴകൾ, കട്ടി എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ മുടി ഇഴകളുടെയും കട്ടിയാണ്. അങ്ങനെ കട്ടി കുറഞ്ഞ മുടിയിഴകൾ ഉള്ളവരുടെ തലയിൽ എണ്ണമയം അടിഞ്ഞുകൂടി അഴുക്കായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതിനാൽ ഇങ്ങനെയുള്ളവർ എന്നും മുടി കഴുകുന്നതാവും നല്ലത്. അതായത് ഇങ്ങനെയുള്ള മുടിയുള്ള ആളുകളുടെ കട്ടി കുറയുമ്പോൾ, അതായത് മുടിയുടെ കട്ടി കുറയുമ്പോൾ മുടിയുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പം അവരുടെ തലയിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ, അതായത് എണ്ണ ഗ്രന്ഥികളും കൂടുതലായിരിക്കും. അതുകൊണ്ട് അവരുടെ തലയിൽ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും മുടി പെട്ടെന്ന് എണ്ണമയം ഉള്ളതുമാകുന്നു. ഇത് തലയിലും മുടിയിലും ഒക്കെ കൂടുതൽ അഴുക്ക് പറ്റിപ്പിടിക്കാനും മറ്റു ഫംഗസ് അണുബാധകൾക്കും ഒക്കെ കാരണമാകുന്നു. അതുകൊണ്ട് ഇത്തരക്കാർ എന്നും തല കഴുകുന്നതാവും നല്ലത്. അതുപോലെ തന്നെ ഇടത്തരം കട്ടിയുള്ള മുടിയുള്ള, ഇടത്തരം കട്ടി എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിരിക്കില്ല, എന്നാൽ അത്രയും തിന്നും ആയിരിക്കത്തില്ല. അങ്ങനെ കട്ടിയുള്ള മുടിയുള്ളവർ ഇടവിട്ട ദിവസങ്ങളിൽ തല കഴുകാം. ഇവരുടെ മുടിയുടെ വേരിൽ എണ്ണമയം ഉണ്ടാകും, എന്നാൽ അറ്റത്തോട്ട് വരുംതോറും എണ്ണമയം കുറഞ്ഞു വരും. അതുപോലെ നല്ല കട്ടിയുള്ള മുടിയുള്ളവർ 2 ദിവസത്തിൽ ഒരിക്കൽ, അതായത് 2 ദിവസം കൂടുമ്പോൾ തല കഴുകുന്നതാവും മുടിയുടെ ആരോഗ്യത്തിന് നല്ലത്. വീതി കൂടിയ മുടിയിഴകളോട് കൂടി ഉള്ളവർ അങ്ങനെ മുടിയുള്ളവരുടെ പ്രത്യേകത ഇക്കാരണം കൊണ്ട് അവരുടെ മുടിയിലെ ഈർപ്പം പെട്ടെന്ന് പോവുകയും മുടിയുടെ അറ്റം വരണ്ടിരിക്കുകയും ചെയ്യും. എങ്കിലും അവരുടെ മുടി പെട്ടെന്ന് എണ്ണമയ ആവുകയും ഇല്ല. അതുപോലെ തന്നെ വരണ്ട മുടി, അതുപോലെ ഡ്രൈ ഹെയർ, ഇങ്ങനെയുള്ളവർ അവർ തലയിൽ ആഴ്ചയിൽ ഒരു 3-4 തവണ തല കഴുകുന്നതാവും നല്ലത്. മുടിയിൽ അമിതമായി ചൂട് ഏൽപ്പിക്കാതിരിക്കാനും ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. അതുപോലെ ഷാമ്പൂ ചെയ്യുന്നതിന് മുന്നേ മുടിയിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടുന്നത് നന്നായിരിക്കും. ഇനി എണ്ണമയമുള്ള മുടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിവസവും തല കഴുകാം. നീണ്ട മുടിയുള്ളവർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തല കഴുകിയാൽ മതിയാവും. ചുരുണ്ട മുടിയുള്ളവർ ആഴ്ചയിൽ 2-3 തവണ മുടി കഴുകുന്നതാവും നല്ലത്. മുടിയുടെ ആരോഗ്യത്തിനും നല്ലത്. മുടിയുടെ കൃത്യമായ സംരക്ഷണം മുടി വളരാനും മുടി ആരോഗ്യമുള്ളതായി നിലനിർത്താനും ഏറെ പ്രധാനമാണ്. ഇതിന് പല ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. മുടിയിൽ പുറമെ പുരട്ടുന്ന മുഴ ഉള്ളിൽ കഴിക്കുന്നത് വരെ പ്രധാനമാണ്. ഇതുപോലെ ഒന്നാണ് മുടിയിൽ ഒഴിക്കുന്ന വെള്ളവും. വെള്ളം നല്ലതല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ, താരൻ, നര തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കേശ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർ അവരവരുടെ മുടിയുടെ പ്രകൃതി നോക്കി ഈ രീതിയിൽ തല കഴുകുകയാണെങ്കിൽ അത് മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കും.